ഫ്രണ്ട്സ്, എല്ലാവർക്കും പെപ്പെ ബിബിക്യൂലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോയുടെ ഒരു ഉദ്ദേശം ഞാൻ പറയാം. നമ്മളെല്ലാവരും ബിബിക്യൂ ചെയ്യുമ്പോൾ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ? ചാർക്കോൾ കത്തിക്കുക. അതാണ് ഏറ്റവും എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പൊ അതായത് ഏറ്റവും എളുപ്പത്തിലാക്കാം, എങ്ങനെയാക്കാം എന്നതാണ് ഞങ്ങൾ ഇന്ന് ചെയ്ത് കാണിച്ചു തരാൻ. അപ്പൊ അതിലൊരു ഈസി മെത്തേഡ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഈസി മെത്തേഡിന്റെ പേരെന്താ ടീച്ചറെ? അതെ, ഈസി ഫയർ. ഇതാണ് ആ സംഭവം കേട്ടോ. ഇത് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിന് ചാർക്കോൾ കത്തിച്ചതാണ് ഞങ്ങൾ കാണിച്ചത്. ഫ്രണ്ട്സ്, ഈ പ്രൊഡക്റ്റിന്റെ പേര് ഇന്ന് ഈസി ഫയർ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈസി ഫയർ എടുക്കുക. എന്നിട്ട് ഇത് ഒരു ക്യാൻഡിലുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുക. എളുപ്പം തന്നെ നമ്മളുടെ ഈസി ഫയർ ഫുള്ളായിട്ട് കത്തി പിടിക്കും. പെട്ടെന്ന് നമ്മുടെ ഈസി ഫയർ കത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ചാർക്കോൾ വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ബ്രിക്സ് ഇതിന്റെ മേലെ ഫുൾ വെച്ച് കൊടുത്താൽ മതി, അതായത് ചാർക്കോള്. ഫ്രണ്ട്സ്, സെന്ററിൽ ഒരു ഗ്യാപ്പ് ഇട്ട ശേഷം വേണം നമ്മൾ പിരമിഡിന്റെ ഒരു ഷേപ്പിൽ വേണം ചാർക്കോൾ വെച്ച് കൊടുക്കാൻ. അപ്പൊ ഇതേപോലെ ഒരു ഫയറും വരും, നമ്മുടെ ചാർക്കോൾ എല്ലാം കത്തി എളുപ്പത്തിന് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മള് ഈസി ഫയർ കൊണ്ടുതന്നെ നമ്മുടെ ചാർക്കോൾ കത്തിച്ച്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എളുപ്പത്തിന് ബാർബിക്യൂ, അതായത് ബിബിക്യൂ ചെയ്യാവുന്നതാണ് ഈസി ഫയർ ഉണ്ടെങ്കിൽ. 12 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇത് കത്തിച്ചത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത മെത്തേഡ് നമുക്ക് ചിമ്മിണി സ്റ്റാർട്ടറിൽ എങ്ങനെ കത്തിക്കണമെന്ന് കാണിക്കാം. അതെ, ഈസി ഫയർ കൊണ്ട് ചിമ്മിണിയിൽ എങ്ങനെ കത്തിക്കണേന്ന് കൂടെ ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇനി നമ്മൾ ചിമ്മിണിയിൽ കത്തിക്കാനുള്ള സ്റ്റെപ്പാണ്. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈസി ഫയർ നേരത്തെ കത്തിച്ച പോലെ തന്നെ കത്തിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈസി ഫയർ നന്നായിട്ട് കത്തിയ ശേഷം നമ്മൾ ചിമ്മിണി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചിമ്മിണിയുടെ ഉള്ളിൽ നമ്മൾ ചാർക്കോൾ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ചാർക്കോൾ ഇട്ട ചിമ്മിണിയാണ് നമ്മൾ ഇതിന്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് തീ നന്നായിട്ട് കണ്ടോ ചാർക്കോളിലേക്ക് പിടിച്ച് കത്തിക്കോളും. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എത്ര എളുപ്പത്തിനാണ് നമ്മുടെ ഈസി ഫയർ ചിമ്മിണിയിൽ കത്തിക്കണതെന്നും. കാരണം രണ്ട് രീതിയിൽ നമുക്ക് കത്തിക്കാം. നമ്മൾ സാധാരണ നേരത്തെ അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിമ്മിണിയിലും കത്തിക്കാൻ പറ്റും ഈസി ഫയർ. നേരത്തെ ഒരു 12 മിനിറ്റ് ആണ് എടുത്തത്. ഇത് ഒരു 6 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ. അതിന്റെ നേരത്തെ ആദ്യം വന്നിട്ടുള്ളൂ ടൈം. പെട്ടെന്ന് കത്തുകയും ചെയ്തു. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഈസി ഫയർ ഉണ്ടെങ്കിൽ ഇതേപോലെ ബിബിക്യൂ എളുപ്പത്തിന് ചെയ്യാവുന്നതാണ്.